Hi, Namaste. Welcome back, viewers. Welcome back to my channel, WinTrader. Quick entry, quick exit-ലൂടെയും നമുക്ക് സ്കാൽപ്പിംഗിൽ നമുക്ക് മോർണിംഗിൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് നേടാൻ നമുക്ക് ഓപ്ഷൻസിൽ സാധിക്കും. അപ്പോൾ എങ്ങനെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നു, ഇതിൽ എങ്ങനെ നമുക്ക് ലൈവിൽ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്തെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ 8 സ്ട്രാറ്റജിയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഗൈഡ് ചെയ്തു തരും. കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നേടാൻ കഴിയും. അപ്പോൾ ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ സ്കാൽപ്പിങ്ങും ഇൻട്രാഡേയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വോളറ്റൈൽ മാർക്കറ്റ് ഇന്നെന്ന് പറഞ്ഞാൽ രാവിലെ നല്ലൊരു ഡൗൺ ഇറങ്ങിയിട്ട് പിന്നെ എഗെയിൻ ഒരു ബൈ ഹൈക്ക് പോയിട്ട് മാർക്കറ്റ് നമ്മുടെ ഇൻട്രാഡേക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ തരുന്ന കൺഫർമേഷൻസ് നമുക്ക് എത്രത്തോളം ആക്യുറസി ഉണ്ടെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് സെക്ഷൻ അറ്റൻഡ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇപ്പോഴത്തെ ലൈവ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളർ അപ്പാരുമാണ് ബൈ, റെഡാണ് സെൽ. അപ്പോൾ ഇന്ന് ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ ഡൗണിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ശകലം താഴ്ത്തിറങ്ങാൻ ശ്രമിച്ചിരുന്നു. മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ബൈ ടണിലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹ്യൂജ് ഡൗൺ ഇഷ്യൂ തന്നെയാണ് മാർക്കറ്റിന് ഉണ്ടായത്. പിന്നെ ലാസ്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് ക്ലോസിംഗ് ലെവലിൽ നല്ലൊരു ബൈ ഹൈക്കും പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്കൗട്ട് ആവുന്നു ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഗ്രീൻ കളർ അപ്പാണ്, ഇതാണ് ബൈ വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് മേളിലും താഴെയും കൊടുക്കും. അപ്പോൾ സിഗ്നൽസ് കൺഫേം ആണ് നമുക്ക് അവിടെ നിന്ന് കയറി എൻട്രി എടുക്കണം. അപ്പോൾ ഈ ബൈസിക്കിൾ വരുമ്പോൾ ക്യാൻഡിൽ കളർ നമ്മൾ മെയിനായിട്ട് നോക്കണം. അത് ഗ്രീനിലേക്ക് വരണം, താഴെ ഗ്രീനിലേക്ക് വരണം, പ്രൈസ് ആൻഡ് ബൈ സോൺ വേണം. ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത ക്യാൻഡിൽ കയറി എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സിഗ്നൽസ് വന്ന സമയത്ത് താഴെ ഉണ്ടായിരുന്നു, അവിടെ ഓക്കെ അല്ല. അപ്പോൾ ഇവിടെ ഹൈക്ക് പോയി മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു അപ്ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ 426 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു എൻട്രി ലെവൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എൻട്രി ലെവൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂവേഷൻ വെക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഇവിടുന്ന് ബൈ ട്രെൻഡ് വന്നത് നല്ല രീതിയിൽ നമുക്ക് കണ്ടിന്യൂവേഷൻ പോയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും തിരിച്ച് കയറുവാണ് മാർക്കറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഈ സൈഡ് വേസിൽ എക്സിറ്റ് ചെയ്താലും പിന്നെ തിരിച്ചും നമുക്ക് ഇവിടുന്ന് ഒരു എഗെയിൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പം തിരിച്ചൊരു അപ് ട്രെൻഡ് നമുക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അവിടെ നമുക്ക് നല്ലൊരു പിന്നെയും നമുക്കൊരു ഹൈക്ക് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണ് പോയത്. അപ്പോൾ രണ്ടാമത് സോഫ്റ്റ് റീഎൻട്രി തന്നിരുന്നു. ആ റീഎൻട്രി നമുക്ക് രണ്ടാമത് എഗെയിൻ പിക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഇതാണ് സ്കാൽപ്പിങ്ങിൽ ഇന്ന് ക്ലോസിംഗ് ലെവലിലെ മൊമെൻ്റാണ് കാണിച്ചത്. അപ്പോൾ അതിന് മുമ്പ് ഒരു നല്ലൊരു ഡൗൺ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ എഗെയിൻ ഒരു ബൈ ഹൈക്ക് തന്നിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടെയും ഒരു അപ് ട്രെൻഡ് കിട്ടിയിരുന്നു. പിന്നെ രാവിലെ തന്നെ നമുക്ക് മോർണിംഗിൽ തന്നെ സപ്പോർട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് 43,463 മാർക്കറ്റ് തിരിച്ച് കയറി 407 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു അപ് ട്രെൻഡിലേക്ക് പോയി തിരിച്ച് പിന്നെ സപ്പോർട്ട് എടുത്തു. 425 പിന്നെയും നേരെ തിരിച്ചിറങ്ങി 378 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നല്ലൊരു ഡൗൺ ഇഷ്യൂ 2 പ്രാവശ്യം ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സക്സസ്ഫുൾട്ടി നമുക്ക് സ്കാൽപ്പിങ്ങിൽ കിട്ടുന്നുണ്ട്. അതായത് 1 മിനിറ്റിൽ മോർണിംഗിൽ തന്നെ നമുക്ക് നല്ലൊരു ട്രേഡ് നമുക്ക് ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, ഗ്യാപ് ഡൗൺ ആയിക്കോട്ടെ, ഗ്യാപ്പ് അപ്പ് ആയിക്കോട്ടെ, വോളറ്റൈൽ മാർക്കറ്റ് ആയിക്കോട്ടെ, നമുക്ക് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ. അപ്പം അതല്ലാതെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ഇന്നത്തെ പെർഫോമൻസ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ആക്യുറസി ലെവൽ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഇൻട്രാഡേയുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി ബൈ സെയിൽസ് മോർണിംഗിൽ വന്നിരുന്നു. മാർക്കറ്റ് കുറച്ചിറങ്ങിയിട്ട് ഇവിടെ ഒരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ ബൈ കൺഫർമേഷൻ വന്നിട്ടില്ല. ക്യാൻഡിൽ ബ്ലൂ ആണ്, താഴെ ഗ്രീൻ ആകാൻ ശ്രമിച്ചെങ്കിൽ അവിടെ നിന്ന് ക്യാൻഡിൽ കളർ ഗ്രീനിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റ് ആക്യുറസി ലെവൽ അവിടെ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു അപ് ട്രെൻഡ് പോയിട്ടില്ല. അവിടെ നിന്ന് ഒരു അപ് ട്രെൻഡ് എടുക്കാനുള്ള കൺഫർമേഷൻ ലെവൽ തന്നിട്ടില്ല. അവിടെ നിന്ന് സ്കാൽപ്പിങ്ങിൽ നമുക്കൊരു പോർഷൻ കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും ഇറങ്ങിയ ലെവലിൽ നമുക്ക് കൺഫർമേഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറി ബൈ കൺഫർമേഷൻ തിരിച്ചു കയറി 340 പോയിന്റോളം അപ് ട്രെൻഡിലേക്ക് ലാസ്റ്റ് ക്ലോസിംഗ് ലെവലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ ക്ലോസിംഗ് ലെവലിൽ നമുക്ക് ഓപ്ഷൻ എടുക്കാമായിരുന്നു. ഓപ്ഷൻ്റെ 48,489 നമുക്ക് ആക്ച്വലി അവിടുന്ന് കോൾ ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യാമായിരുന്നു. 43, 100 അല്ലെങ്കിൽ 200 കോള്. അപ്പോൾ അതിവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ഈ വ്യൂവിൽ പോയിട്ട് നമുക്ക് സിമ്പിൾസിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് അവിടെ ഓപ്ഷൻസിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് 43 നമുക്ക് ഏതാണ് നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് റേറ്റ് അനുസരിച്ച് നമുക്ക് അവിടെ ആഡ് ചെയ്താൽ മതി. 43,200 കോൾ ഓപ്ഷൻ. അപ്പം അവിടുന്ന് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ, 5 മിനിറ്റ്സ് ടെംപ്ലേറ്റ് എന്ന 8.1 ഓപ്ഷൻസ്. അപ്പോൾ ലാസ്റ്റത്തെ ബൈ ട്രേഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ബൈസിക്കിലും വന്നത് 1.35 264 താഴെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. 3 അടിച്ച് നമുക്ക് നല്ല രീതിയിൽ 303 പോയിന്റോളം നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ നല്ലൊരു ഹൈക്ക് മാർക്കറ്റിൽ നമുക്ക് ലാസ്റ്റത്തെ സിഗ്നൽസിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മാർക്കറ്റിന് നല്ലൊരു പുട്ട് ഓപ്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു പുട്ട് എടുക്കാമായിരുന്നു. ഈ ഒരു ഹൈക്കിൽ നമുക്ക് 43,458. അപ്പോൾ ആ സമയം നമുക്ക് 43,600 ഒരു പുട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പാടുന്നു. അതും ഇതേപോലെ വ്യൂവിൽ പോയി സിമ്പിൾസിൽ പോയി നമുക്ക് ആഡ് ചെയ്ത് വെച്ചാൽ മതി. 43,500 പുട്ട് 500, 400, 300 ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം നമ്മുടെ മാർജിൻ അനുസരിച്ച്. അതിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോ 5 മിനിറ്റ് ടെംപ്ലേറ്റിൽ 8.1 ഓപ്ഷൻസ്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ ഹൈക്ക് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ആക്ച്വലി അപ് ട്രെൻഡ് പോയിരിക്കുന്നത്. 43,186 നേരെ കയറി. അപ്പോൾ 600 ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 600ൻ്റെയും ഇതേപോലെ നമുക്ക് ആക്ച്വലി 319 നേരെ ഹൈക്ക് കയറിയിട്ടുണ്ട്. നല്ലൊരു ഹട്ട് ട്രെൻഡ് നമുക്ക് ആക്ച്വലി ആ ഒരു പുട്ടിന് നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഓപ്ഷൻ ചെയ്യാം എന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പറിലേക്ക്, സീമ കൃഷ്ണ. അപ്പോൾ ലൈവായിട്ട് നമ്മുടെ സോഫ്റ്റിൻ്റെ ടോട്ടൽ 8 സ്ട്രാറ്റജിയെക്കുറിച്ച് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ സ്കാൽപ്പിംഗ് ആണോ ഇൻട്രാഡേ ആണോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഗൈഡ് ചെയ്ത് തരും. അപ്പോൾ എത്രത്തോളം പ്രോഫിറ്റ്, കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ലാസ്റ്റത്തെ ആ ബൈ ട്രേഡ് നോക്കിയാൽ നല്ലൊരു ഹൈക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് 340 പോയിൻറ്റോളം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണോ ഇല്ലയോ നമുക്ക് ലൈവ് ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ലൈവിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടി കോൺടാക്ട് ചെയ്യും.